എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട ഒരു സംഭവ കഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിലെ പ്രസിദ്ധിയാർജിച്ച ഒരു പാലമാണ് പാമ്പൻ പാലം. തമിഴ്നാട്ടിലെ മണ്ഡപത്തിൽ നിന്നും രാമേശ്വരം എന്ന പ്രസിദ്ധിയാർജിച്ച ഹൈന്ദവ പുണ്യഭൂമിയെ ബന്ധിപ്പിക്കുന്നതുകൂടിയാണ് ഈ പാലം. കഴിഞ്ഞ കാലത്തെ കരുത്തന്മാരുടെ കരവിരുത് നമുക്ക് ഈ കടൽപ്പാലത്തിൽ കാണാം. കപ്പൽ ഈ പാലത്തിനടിയിലൂടെ പോകുമ്പോൾ അവയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ പല്ലുകളോട് കൂടിയ ചക്രങ്ങളെ മനുഷ്യ സഹായത്താൽ കറക്കുകയും അപ്പോൾ ഈ പാലം രണ്ടായി തിരിഞ്ഞ് മുകളിലേക്ക് പൊങ്ങുമ്പോൾ കപ്പൽ യഥേഷ്ടമായി കടന്നു പോകുന്നു. വീണ്ടും അത് തിരിച്ചു ഇറക്കി പാലം യഥാസ്ഥാനത്താക്കുമ്പോൾ ട്രെയിൻ പാളത്തിലൂടെ യഥേഷ്ടമായി കടന്നു പോകും. ഒരിക്കൽ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുവാനിടയായപ്പോൾ കേട്ട ഒരു സംഭവത്തെ പുരസ്കരിച്ചാണ് ഈ കഥ പറയുന്നത്. രക്തത്തിലൂടെ കടന്നു വന്ന ശബ്ദവീചിയാണത്. തൻ്റെ ഓമനമകൻ്റെ ദീനരോധനം. ജോൺ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവൻ വേഗം കറക്കുകയാണ് ആ ചക്രം. ട്രെയിൻ അടുത്തു കഴിഞ്ഞു. ഹുങ്കാര ശബ്ദം മുഴക്കി രാക്ഷസനെ പോലെ പാഞ്ഞു വരുന്ന ആ ട്രെയിനിനുണ്ടോ ദയനീയത. അവൻ്റെ ശരീരം വിയർത്തുകൊളിച്ചു. വീണ്ടും അതേ ശബ്ദം. അവൻ ആ പൽചക്രങ്ങളിൽ പറ്റിക്കറങ്ങുകയാണ്. മത്സ്യഗണങ്ങൾ കൂട്ടമായി ആ ശബ്ദം കേട്ട് ഭയപ്പെട്ടു നിൽക്കുന്നു. തിരമാലകൾ തലയുയർത്തി നോക്കുന്നില്ലേ? ഒരുപക്ഷെ ബിജുവിൻ്റെ ദീനരോധനത്തിൻ്റെ ശബ്ദം കേട്ടായിരിക്കാം. ട്രെയിൻ അടുത്തു കഴിഞ്ഞു. അല്പം താമസിച്ചാൽ ആ ട്രെയിൻ യാത്രക്കാരോടുകൂടെ കടലിൽ നിപതിക്കും. പാളം യഥാസ്ഥാനത്താകുവാൻ ജോൺ അതിവേഗത്തിൽ കറക്കുകയാണ്. ബിജുവിൻ്റെ ശരീരം ആ പൽചക്രങ്ങളുടെ ഇടയിലൂടെ ഞെരിഞ്ഞൊടിഞ്ഞു. ആ ദീനരോധനം കുറഞ്ഞു. രക്തതുള്ളികൾ തെറിക്കുന്നു. തലയോട് പൊട്ടിത്തകരുന്നു. ആ ശബ്ദവീചികൾ പ്രകൃതിയിൽ ലയിച്ചു. എങ്കിലും ശബ്ദ തരംഗങ്ങൾ ഉള്ളിടത്തോളം കാലം അവ ആരെയും കരയിക്കും. ഇനി അല്പം കൂടെ മാത്രമേ ഉള്ളൂ. അവൻ വേഗം കറക്കുകയാണ്. ട്രെയിൻ ഇതാ അടുത്തു കഴിഞ്ഞു. അവൻ ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. പാലം നേരെയായി. എൻ്റെ കർത്തവ്യവും പൂർത്തിയായി. ചുക് 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 ചുക്. ഹുങ്കാര ശബ്ദം മുഴക്കി ആ ട്രെയിൻ ഇതൊന്നും അറിയാതെ പാഞ്ഞുപോയി. ഹൃദയം നിറയെ വേദനയും നിറകണ്ണുകളോടും കൂടി കഴിഞ്ഞകാല സംഭവങ്ങൾ ജോണിൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. അന്നൊരു ദിവസം മുറിയിൽ കേൾക്കാം ഒരു ശബ്ദം, ഒരു കുഞ്ഞിൻ്റെ ശബ്ദം. എത്ര നാളായി ജോൺ ആഗ്രഹിച്ചതാണ് ആ ശബ്ദം. ഇന്ന് ആ ശബ്ദം സാക്ഷാത്കരിച്ചിരിക്കുന്നു. സന്തോഷത്താൽ അവൻ മതിമറന്നു. തൻ്റെ മകൻ്റെ മുഖം കാണുവാൻ അവൻ്റെ കണ്ണുകൾ കൊതിക്കുന്നു. കിഴക്കേ ചക്രവാളം ചുവന്നു. കതിരവൻ്റെ ചെൻകതിരുകൾ അവിടെവിടെയായി വീശിത്തുടങ്ങി. അന്ധകാരമെങ്ങോ ഓടിമറഞ്ഞു. കിളികൾ ഉറക്കമുണർന്നു പാട്ടുകൾ പാടുകയായി. അവ സൃഷ്ടിതാവിനെ സ്തുതിക്കുകയായിരിക്കാം. അവൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. കതകൊന്ന് തുറന്നിരുന്നെങ്കിൽ. ആവേശത്തോടെ അവൻ കതകിൽ മുട്ടി. ഠും ഠും ഠും. കതകുകൾ മെല്ലെ തുറന്നു. എൻ്റെ മകൻ അമ്മയോടുകൂടെ നല്ല ഉറക്കമാണ്. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ജോലി കഴിഞ്ഞാലുടൻ ഓടിവരും. ഓമനമകനെ എടുക്കുവാൻ, ഒന്ന് ചുംബിക്കുവാൻ. പൈതൽ വളർന്നു. അവൻ്റെ ചിരിയും കുസൃതിയുടെ വാക്കുകളും ആ കുടുംബത്തെ സന്തോഷ സാഗരത്തിലേക്ക് നയിച്ചു. അവൻ തൻ്റെ പിതാവിനെ സഹായിക്കുവാൻ തുടങ്ങി. എല്ലാ ദിവസവും അപ്പന് ഭക്ഷണവുമായി പാമ്പൻ പാലത്തിലേക്ക് ഓടിവരും. തൻ്റെ പിതാവിൻ്റെ അധ്വാനത്തിൽ അവന് ഭാരമുണ്ട്. ഒരു കപ്പൽ വന്നാൽ തൻ്റെ പിതാവിനും കഠിനാധ്വാനമാണെന്ന്. പക്ഷേ എന്തു ചെയ്യാം? തൻ്റെ ഈ കുഞ്ഞിളം കൈകൊണ്ട് ആ ചക്രം കറക്കുവാൻ ശ്രമിച്ചാൽ അവ കറങ്ങുകയില്ല. ഒരു ദിവസം ബിജു തൻ്റെ പിതാവിനുള്ള ആഹാരവുമായി പാമ്പൻ പാലത്തിലേക്ക് ഓടുകയാണ്. സമയം അല്പം താമസിച്ചു പോയി. ഒരു കപ്പൽ വരുന്നു. ഇന്നപ്പച്ചന് നല്ല അധ്വാനം തന്നെ, അവൻ ചിന്തിച്ചു. ഇടയ്ക്കിടെ വാച്ച് നോക്കുന്നുണ്ട്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ട്രെയിൻ കടന്നു പോകേണ്ടതാണ്. ജോൺ ഉത്സാഹത്തോടുകൂടെ കറക്കുവാൻ തുടങ്ങി. ആ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കാം. ബിജു തൻ്റെ കൊച്ചിളം കൈയിൽ പിതാവിന് ഭക്ഷണവുമായി വന്നു കഴിഞ്ഞു. ഇതാ ചോറ്. അവിടെ വയ്ക്കൂ മോനെ. ബിജു മെല്ലെ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് നീങ്ങി. കുനിഞ്ഞു ഭക്ഷണം താഴെ വയ്ക്കുവാൻ തുടങ്ങി. പക്ഷേ അത് പെട്ടെന്നായിരുന്നു. അവൻ്റെ കുഞ്ഞിളം കാലുകൾ തെന്നി ആ പൽചക്രങ്ങളുടെ ഇടയിലേക്ക്. ആ പിതാവ് കേട്ടില്ലയോ തൻ്റെ മകൻ്റെ ദീനരോധനം? അല്ലയോ ജോണേ, നീ ഒരു ക്രൂരനോ? ഒന്ന് നിർത്തൂ. നിൻ്റെ ഓമന മകൻ്റെ നിലവിളിയല്ലേ നീ കേൾക്കുന്നത്? അവൻ്റെ രക്തം നീ കാണുന്നില്ലേ? അല്ലയോ ലോകമേ, നിങ്ങൾ എന്നെ ക്രൂരനെന്ന് വിളിച്ചോളൂ. പക്ഷേ നീ ഒന്നറിയണം. എൻ്റെ മകനെ ഈ അപകട സന്ധിയിൽ രക്ഷിക്കുവാൻ ശ്രമിച്ചാൽ ആയിരക്കണക്കിന് ജനങ്ങളോടുകൂടി ആ ട്രെയിൻ ആ കടലിൽ എന്നേക്കുമായി നശിക്കും. ലോകമേ, നീ ഈ സ്നേഹം അറിയുന്നുവോ?
അല്ലയോ ജീവിതയാത്രക്കാര, ആ കാൽവറിയിലേക്ക് നോക്കൂ. അപ്സരസുകളെപ്പോലെ പാറിപ്പറന്ന മേഘപ്പാളികൾ ദുഃഖസൂചകമെന്നവണ്ണം കറുത്ത കോട്ട് ധരിച്ചു. കത്തിജ്വലിക്കുന്ന കതിരവൻ ആ കാർമേഘ പാളികൾക്കുള്ളിൽ മറയുവാൻ വെമ്പൽ കൊള്ളുന്നു. പാലസ്തീൻ പർവ്വതങ്ങൾ ഞെട്ടിവിറച്ചു. പറവകൾ ഭയന്നു പറക്കുന്നു. കുറുനരികൾ തങ്ങളുടെ കൂട്ടിലേക്ക് ഓടുന്നു. അപ്പാ, നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവം തൻ്റെ ഓമനകുമാരനെ, ജോൺ തൻ്റെ മകനെ രക്ഷിക്കാതിരുന്നതുപോലെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നിയതെന്ത്? ജീവിതയാത്രക്കാര, പാപമാകുന്ന കപ്പൽ നിൻ്റെ ജീവിതയാത്രയുടെ മുമ്പിൽ വലിയ വിപത്തൊരുക്കിയപ്പോൾ പിതാവാൻ ദൈവം തൻ്റെ ഓമന മകൻ്റെ നിലവിളി കേൾക്കാതെ ആ വിപത്ത് നികത്തുവാൻ പരിശ്രമിച്ച പദ്ധതിയാണ് കാൽവറി. നിങ്ങളതറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും.